ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വിഷയമാണ് ആദ്യം തന്നെ. അപ്പോൾ പറഞ്ഞ് 2024 മണിക്കൂറുകളേ ഉള്ളൂ അല്ലേ അവസാനിക്കാൻ. 2025 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നല്ല നല്ല പ്ലാനിങ്ങും അതുപോലെ തന്നെ നല്ല നല്ല ഡ്രീംസൊക്കെ സക്സസ് ആവട്ടെ എന്നും അതുപോലെ തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാവരും ലൈഫ് കളറാവട്ടെ എന്നൊക്കെ ഒന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ വർക്കിലേക്ക് കടന്നാലോ. തന്നെ ഒരു കാർഡ്ബോർഡ് റോൾ എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് വൈറ്റ് കളർ ബേസ് അടിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്ത് വെക്കണം. ഞാൻ 2 ദിവസം കൊണ്ടാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കിയത്. കാരണം പെയിന്റ് അടിച്ചതൊക്കെ ഉണങ്ങിയതിന് ശേഷം പിറ്റേ ദിവസമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊരു വൈറ്റ് ബേസ് അടിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി കട്ടിയുള്ള കുറച്ച് പേപ്പർ വേണം. ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എത്ര എണ്ണം വീതം വേണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലും ഈ ഒരു വീതി ആ ഒരു നീളത്തിനൊക്കെ അനുസരിച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പേപ്പർ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് പിന്നെയും നമുക്ക് മിഡിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒരേ ഷേപ്പിൽ ഒരേ സൈസിലും വരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്തവർക്ക് ആ ഒരു നീറ്റ്നെസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ലൈൻ കിട്ടിയതിൻ്റെ മുകളിലൂടെ ആയിട്ട് കംപ്ലീറ്റ് പേപ്പർ കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ കത്രിക വെച്ച് നോക്കിയപ്പോൾ ഭയങ്കര നമുക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടത് കട്ട് ചെയ്തെടുക്കാൻ. അതുകൊണ്ട് തന്നെ പേപ്പർ കട്ടർ വെച്ചിട്ട് ഇതുപോലെ എല്ലാം ഓരോരോ പീസായിട്ട് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഇത്രയധികം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര എണ്ണം വീതം വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 4 സെറ്റായിട്ട് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് വല്ല ഐഡിയ ഉണ്ടോ? ഇനി ഡൗട്ട് അടിച്ച് നിൽക്കണ്ട, ഞാൻ ഓപ്പണായിട്ട് പറയാം. നമ്മളൊരു ന്യൂ ഇയർ കലണ്ടർ, ഇതിപ്പോൾ 2025 മാത്രമല്ല 2026 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കലണ്ടറാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എല്ലാം എത്ര വീതമാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉദ്ദേശിക്കുന്നത് മന്ത്, അതുപോലെ തന്നെ ഡേറ്റ്, പിന്നെ ഏതാണ് ദിവസം, ഇങ്ങനെ 4 കാറ്റഗറിയാണ്. അതിൽ 2 ഡിജിറ്റ് എഴുതാൻ വേണ്ടിയിട്ടും ബാക്കി 2 മന്തും പിന്നെ ഡേ എഴുതാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് കറക്റ്റ് ഒന്ന് ഹോൾ ഇട്ട് എടുക്കുന്നുണ്ട്. പഞ്ചിങ് മെഷീൻ വെച്ച് ഹോൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ആ ഒരു കറക്റ്റ് മിഡിലായിട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്യണം. ആദ്യം തന്നെ ചെയ്തപ്പോൾ കുറച്ച് പാളിപ്പോയി, പിന്നെ ഒന്നും കൂടി കട്ട് ചെയ്തിട്ടാണ് ഞാനത് സെറ്റാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം എത്ര വീതം വേണമെന്ന് മനസ്സിലായോ? ഒന്നാമത്തത് നമ്മൾ മന്ത് കൊടുക്കാൻ 12, രണ്ടാമത്തത് 4 വീതമാണ് വേണ്ടത് ഡിജിറ്റ് കൊടുക്കാൻ, പിന്നെ 10 വേണ്ടത്, അതും ഡിജിറ്റ് കൊടുക്കാൻ, പിന്നെ അത് നമ്മൾ ഡേ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 7 അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു മാറ്റ് ഫിനിഷ്, ഒരു നമുക്ക് ഇടിവെട്ട് കളേഴ്സൊക്കെ ഒഴിവായിട്ട് ഒരു ലൈറ്റ് കളേഴ്സ് വെച്ചിട്ട് ഇതുപോലെ ഒരു നല്ല കളർഫുള്ളായിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കളേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുറച്ച് ലൈറ്റ് കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലാവരും പറയുന്ന പോലെ എൻ്റെ ഇടിവെട്ട് കളേഴ്സൊക്കെ കുറച്ചൊന്ന് ലൈറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ഒരു കളേഴ്സൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര ചെയ്തതിന് ശേഷം ഞാൻ പിറ്റേത്തെ ദിവസമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ അടിപൊളി കളേഴ്സ് അല്ലേ. ഇനി നമുക്ക് പിറ്റേ ദിവസമുള്ള കാര്യങ്ങൾ കാണാം. നമ്മൾ നേരത്തെ ആ ഒരു കാർഡ്ബോർഡ് റോളിൽ പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഒരു ഫ്രെയിം പോലെ അടിക്കാൻ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ വലിയ സ്ട്രോ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു റോളിലും കൂടി ഒന്ന് അട്രാക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു യെല്ലോയിഷ് ഓറഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചു. അതിനുശേഷം 2025 ഞാൻ അതിൽ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബേസിലാണ് നമ്മൾ ഏതാണ് ഇയർ എന്നുള്ളത് കൊടുക്കുന്നത്. നമ്മൾ സ്ട്രോ ആയിട്ട് എടുത്തതിന് പകരം കട്ടിയുള്ള വേറെ എന്തെങ്കിലും ബേസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ ഒരു ഫ്രെയിം പോലെ കൊടുക്കുകയാണെങ്കിൽ, ആ ഒരു ആർച്ച് പോലെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്തും കൂടി നമുക്ക് 2025 എഴുതി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് 2025 എഴുതിയെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബേസിൽ തന്നെ കൊടുത്തതാണ് ഒന്നും കൂടി അടിപൊളിയായിട്ട് ഫീൽ ചെയ്തത്. ഇത് നല്ലൊരു ടേബിൾ കലണ്ടർന്നോ ഡെസ്ക് കലണ്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയാട്ടോ. നമുക്ക് നോർമൽ അതൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ പറ്റുവാണെങ്കിൽ അടിപൊളിയല്ലേ. നോർമൽ നമുക്ക് എപ്പോഴും കാണുന്ന രീതിയിൽ അത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡേയും ഒഫീഷ്യൽ വർക്കിന് ഡേറ്റും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും മെൻഷൻ ചെയ്യേണ്ടി വരും എവിടെയൊക്കെ പേപ്പർ വർക്കൊക്കെ വരുമ്പോൾ. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ തന്നെ അത് കാണാനുണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും അത് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ കുറച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് 2 സൈഡിലായിട്ട്. ഇപ്പോൾ 2025 കൂടി നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഒരു ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് 2 സൈഡിലായിട്ട്. ആ ഒരു ഹോളിലേക്കാണ് നമുക്ക് സ്ട്രോ ഇറക്കി കൊടുക്കേണ്ടത്. ആ ഒരു സ്ട്രോയിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് തന്നെ അതിൻ്റെ ആ ഒരു വൈഡായിട്ടുള്ള ഭാഗം നമ്മൾ കൂട്ടി കൊടുത്തിട്ടുണ്ട്. കത്തിയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ചുറ്റി എടുത്തിട്ട് നമ്മൾ ആ കളർഫുള്ളായിട്ടുള്ള പേപ്പറിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡിജിറ്റാണ് എഴുതി കൊടുക്കുന്നത്. ആദ്യത്തെ ഈ ഒരു 4 ഷീറ്റിൽ വെറും 0 മുതൽ 3 വരെ 0, 1, 2, 3
കാരണം 30 എന്നൊക്കെ എഴുതുമ്പോൾ ഫ്രണ്ടിൽ 3 വരുമല്ലോ. അപ്പോൾ ആ ഒരു 3 വരിയിലെ കാര്യം മാത്രം മെൻഷൻ ചെയ്താൽ മതി. പിന്നെ വേണ്ടത് ആ ഒരു ഓറഞ്ച് ഷീറ്റിൽ 0 മുതൽ 9 വരെയാണ് വേണ്ടത്. 0, 1, 2, 3, 4 അങ്ങനെ 9 വരെ. ഞാൻ ആദ്യം തന്നെ ഇതുപോലെ ചെയ്തെടുത്തപ്പോൾ എനിക്ക് മാർക്കർ വെച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ ഒരു കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം കുറേ ടൈം എടുത്തിട്ടാണ് മാർക്കർ ഇതുപോലെ പെയിൻറ്റിൻ്റെ അതിൻ്റെയൊക്കെ ഇതായതുകൊണ്ടാണെന്ന് തോന്നുന്നു, കണ്ടൻറ്റൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്കത് വിചാരിച്ച പോലെ പറ്റുന്നുണ്ടായിരുന്നില്ല മാർക്കർ. അവസാനം ഞാൻ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്തത്. അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് വന്നിട്ട് എല്ലാം വലിക്കുന്നുണ്ട്. അവസാനം അവൾ ഓടിച്ചു വിട്ടു ഞാൻ. അപ്പോൾ ഇതുപോലെ 0 മുതൽ 9 വരെ ഈ ഒരു ഓറഞ്ച് ഷീറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാറിപ്പോകരുത്, നമ്മൾ കളർഫുള്ളായിട്ടുള്ള കളേഴ്സ് കൊടുത്തെടുത്ത് തന്നെ ആ ഒരു പേപ്പർ ഏതൊക്കെയാണ്, ഏതിലൊക്കെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെ കറക്റ്റ് നമ്മൾ എഴുതി കൊടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ 0 മുതൽ 9 വരെ ഈ ഒരു പേപ്പറിൽ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മന്താണ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡേയ്സും. അപ്പോൾ ജനുവരി എല്ലിൻ്റെ ഷോർട്ട് ഫോമാണ് എഴുതി കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും ഷോർട്ട് ഫോം കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് ആ ഒരു കംപ്ലീറ്റ് പേപ്പറിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഷോർട്ട് ഫോം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഡേയ്സും കൂടെ കൊടുത്തു. സൺഡേ മാത്രം ഒന്ന് റെഡിൽ കൊടുത്തിട്ടുണ്ട്, ബാക്കിയൊക്കെ ബ്ലാക്കിൽ തന്നെ ആട്ടോ കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ സൺഡേ റെഡ് ഞാൻ പെയിൻറ്റ് യൂസ് ചെയ്തതുകൊണ്ട് ഒന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇതുപോലെയാണ് സ്ട്രോ സെറ്റ് ചെയ്തെടുക്കേണ്ടത്, മനസ്സിലായോ? ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു സ്ട്രോങ് കൂടി നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെറ്റല്ലേ? ഇനിയാണ് ഇതിലേക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാ പേപ്പറും ഹാങ്ങിങ് ചെയ്തിടുന്നത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സെറ്റപ്പും കൂടി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട്. ഇനി അതിൻ്റെ റിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു കമ്പി ഇതുപോലെ മാർക്കറിൽ വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ആ ഒരു ചുറ്റിയെടുത്തത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് ആ ഒരു പേപ്പറിൻ്റെ ഹോളിലൂടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിങ് ആയിട്ട് കിട്ടും. ഇതുപോലെ നമ്മൾ ഇനി എല്ലാം ഒന്ന് കണക്ട് ചെയ്തിട്ട് ആ ഒരു അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓടിക്കളിക്കുന്ന രീതിയിലുള്ള കിട്ടണം, എന്നാൽ മാത്രമേ നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് ഒരു നല്ലൊരു ടേബിൾ കലണ്ടർ അല്ലെങ്കിൽ ഡെസ്ക് കലണ്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം December 31 നമ്മളിപ്പം വെച്ചിട്ടുള്ളത്. നമുക്കത് നാളെ ആകുമ്പോൾ ഇതുപോലെ January 01 എന്ന് കൊടുക്കാം. പിന്നെ 02, 03 അങ്ങനെ ഡേയ്സ് ഇങ്ങനെ പോവും. പിന്നെയും പുതിയ വർഷം വരും, അങ്ങനെ. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക. സിമ്പിളല്ലേ? എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. സീ യു, ടേക്ക് കെയർ.